എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കമ്മ്യൂണിക്കേഷൻ്റെ എലമെൻറ്റ്സ് പഠിച്ചു. 10 എലമെൻറ്റ്സ് ആണുള്ളത്. ആ 10 എലമെൻറ്റും ഓർഡറിൽ തന്നെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇനി നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ നിങ്ങൾക്കത് പഠിക്കാം. എനിക്കതിനകത്ത് ഒബ്ജക്ഷനോ എതിർപ്പുകളോ ഒന്നുമില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളിത് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അവിടെ ഇങ്ങനെ പഠിക്കണം അങ്ങനെ പഠിക്കണമെന്ന് എനിക്ക് ഒരു സജഷൻ തരാനേ പറ്റുള്ളൂ. അതന്നെ നടപ്പിലാക്കണമെന്ന് എനിക്ക് വാശി പിടിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ യാതൊരു വാശിയുമില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. പക്ഷെ ഇതിങ്ങനെ എളുപ്പത്തിൽ പഠിച്ചു പോയാൽ, ഓർഡറിൽ പഠിച്ചു പോയാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഇത് ശരിക്കും ഇതിനകത്തൊരു കണക്ഷൻ ലിങ്ക് ഉണ്ട്. ഇപ്പോൾ സോഴ്സ് റിസീവർ രണ്ടും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. ഇത് രണ്ടും ഇല്ലാതെ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. ദെൻ ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് കോണ്ടെക്സ്റ്റ് ഉണ്ടാവണം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിലായിരിക്കും ഇത് നടക്കുക എന്നുള്ളത് ഉറപ്പാണ്. നാലാമത്തേത് സാഹചര്യം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആശയം ഉണ്ടായിരിക്കണം. എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിലല്ലേ കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. പിന്നെ അതിന് പോകാനുള്ള റൂട്ട്, അതിന് പറ്റിയ മാപ്പ്, വഴി, പോകാനുള്ള വാഹനം, അതാണ് ചാനൽ. 5. 6 നോയ്സാണ്. നോയ്സ് ഇല്ലാതെ ഒരു കമ്മ്യൂണിക്കേഷനും നടക്കില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. 7 എൻകോഡിംഗ് ആണെങ്കിൽ 8 ഡീകോഡിംഗ് ആണ്. അതിൽ തർക്കമില്ല. പിന്നെയുള്ളത് 9ാമത്തെ ഫീഡ്ബാക്കും 10ാമത്തെ ഇഫക്റ്റുമാണ്. ഫീഡ്ബാക്ക് സംഭവിച്ചാലേ ഇഫക്റ്റ് ഉണ്ടാവും. ചില അവസരങ്ങളിൽ ഇഫക്റ്റ് ഉണ്ടാവും, ഫീഡ്ബാക്ക് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണം നിർബന്ധമില്ല. പക്ഷെ എലമെൻ്റായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ 10 എണ്ണം ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ടൈപ്സാണ്. പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷനുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 5 ടൈപ്പ് കമ്മ്യൂണിക്കേഷനാണ്. മറക്കരുത്, 5 ടൈപ്സ്. ഫസ്റ്റ് വൺ, ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇൻട്രാ, ഞാൻ എന്നോട് തന്നെയാണ്. അതിനർത്ഥം ഞാൻ ധ്യാനിക്കുന്ന സമയങ്ങളായിരിക്കാം, ഞാൻ ഈശ്വരനുമായിട്ട് ചാറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കാം. കാരണം ദൈവമുണ്ട് എന്നുള്ളത് ഇറ്റ്സ് എ തോട്ട്, ഒരു ബിലീഫാണ്. ഇവിടെ ഞാൻ വിശ്വസിക്കുകയാണ്, ഞാൻ സംസാരിക്കുന്നത് ഈശ്വരൻ കേൾക്കുന്നുണ്ട്. അല്ലാതെ നമ്മുടെ മുമ്പിൽ ഈശ്വരൻ വന്നിരിക്കുമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ സ്വയം റീതിങ്ക് ചെയ്യുകയാണ്. ചിലപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിലെത്ര ശരികളുണ്ട്, എത്ര തെറ്റുകളുണ്ട്, അതിനെനിക്ക് എങ്ങനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മളുടെ ഒരു ആത്മഗതം നടത്തുന്നതിന് ഇൻട്രാ പേഴ്സണൽ എന്നാണ് വിളിക്കുക. ഇൻട്രയാണ്, INTRA, ഇൻട്രാ. ഇതിങ്ങനെ ഇൻട്രാ എന്ന് പറയാൻ കാരണം അടുത്തത് ഇതുമായിട്ട് സാമ്യമുള്ള വാക്കാണ്. ഇൻ്റർ പേഴ്സണൽ. ഇൻ്റർനാഷണൽ എന്ന് വെച്ചാൽ എന്താ? അന്താരാഷ്ട്രം, അല്ലെങ്കിൽ 2 രാജ്യങ്ങൾ തമ്മിൽ, 2ഓ അതിലധികമോ രാജ്യങ്ങൾ തമ്മിൽ. ഇവിടെ ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെ, 2ഓ അതിലധികമോ ആളുകൾ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. ഇൻ്റർ പേഴ്സണൽ, ഞാനും നീയും, നീയും ഞാനും. 3ാമത്തേതാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷന് പല ഉദാഹരണങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ 4-5 ഫ്രണ്ട്സ് കൂടിയിരുന്ന് ഒരു വൈകുന്നേരം ഒരു ചെറിയ ഹാങ് ഔട്ട് നടത്തിക്കഴിഞ്ഞാൽ അതിന് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കും. നിങ്ങൾ ഈ DPEP പാഠ്യപദ്ധതിയിൽ പഠിച്ചു വന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങളെ ടീച്ചേഴ്സ് ചെറിയ ക്ലാസ്സുകളിൽ ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നു. മരം ഒരു വരം, ഈ വിഷയത്തെക്കുറിച്ച് 10 വാചകം എഴുതുക. അപ്പോൾ എല്ലാവരും ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞു. അപ്പോൾ ടീച്ചർ ഒരു നിർദ്ദേശം തരും, ഒരാൾ ഒരാശയമെങ്കിലും ഗ്രൂപ്പിൽ പങ്കുവച്ചിരിക്കണം, അല്ലാത്ത കുട്ടികൾക്ക് മാർക്ക് കിട്ടില്ല.
അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആശയങ്ങൾ, മരം മണ്ണൊലിപ്പ് തടയുന്നു, തണൽ തരുന്നു, മരമാണ് ഓക്സിജൻ ഉണ്ടാക്കുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇതാണ് ഗ്രൂപ്പ്. ഇനി ഒരു ക്ലാസ് റൂം ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. കാരണം ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പുമായിട്ട് സംവദിക്കുന്നു, അല്ലെങ്കിൽ ഒരാളുടെ ഒരു ഗ്രൂപ്പിനെതിരെ ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നു, അധ്യാപകൻ സംസാരിക്കുന്നു, അധ്യാപകനെതിരെ കുട്ടികൾ സംസാരിക്കുന്നു. എതിരെ എന്ന് പറഞ്ഞാൽ തമ്മിൽ അലമ്പ് എന്നല്ല അർത്ഥം. ഓപ്പോസിറ്റായിട്ട് ഫേസ് ടു ഫേസ് ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്ന് പറയാം. അവിടെ ഒരു ഗ്രൂപ്പുണ്ട്, രണ്ട് പേര് തമ്മിലല്ല. ചിലപ്പോൾ ഒരു വലിയ ഗ്രൂപ്പും ഒരു ചെറിയ ഗ്രൂപ്പും ആയിരിക്കും, ചിലപ്പോൾ രണ്ട് ഈക്വൽ ഗ്രൂപ്പുകളായിരിക്കും. അപ്പോൾ അതാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. നാലാമത്തേത് പബ്ലിക് കമ്മ്യൂണിക്കേഷനാണ്. പബ്ലിക് കമ്മ്യൂണിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ പ്രിൻസിപ്പള് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. അത് കേൾക്കാൻ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മുൻപിലിരിക്കുകയാണ്. പബ്ലിക് കമ്മ്യൂണിക്കേഷനാണ്. കാരണം അവിടെ സ്പീക്കർ ആരാണോ ആൾ പറയുന്നതാണ് ആ ജനക്കൂട്ടം കേൾക്കുന്നുള്ളൂ. അവിടെ ഇരുന്നിട്ട് ഇടയിലിരുന്നിട്ട് വേറെ പണിയൊന്നുമില്ല, ഒരു ഉപദേശി വന്ന് നോക്കണം എന്നൊരാൾ പറഞ്ഞാൽ അത് സ്പീക്കർ കേൾക്കൊന്നുമില്ല. കാരണം അയാൾ സംസാരിക്കുന്ന ഒരു വലിയ ഓഡിയൻസിനോടാണ്. ആ വലിയ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നുള്ള ചെറിയ റിപ്ലൈകൾ അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റണമെന്നില്ല. ചില പാർട്ടികളുടെ പ്രചരണങ്ങൾ നടക്കുമ്പോൾ, ഇപ്പം നിങ്ങൾക്കറിയാലോ, ഇപ്പം ഇത് നടക്കാൻ പോവാണ്, ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ടുണ്ടാവും. വലിയ ഘോരം പ്രസംഗിക്കുന്ന ചിലപ്പോൾ ആ പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ആ പാർട്ടി വിളിച്ചു വരുത്തിയ ഒരു കൂട്ടം ആൾക്കാരോ എന്തുട്ട് തേങ്ങി പറയണേന്ന് കേൾക്കാനായിട്ട് വന്നിട്ടുണ്ടോ. അപ്പോൾ പ്രാസംഗികൻ ചിലപ്പോൾ കത്തിക്കേറുണ്ടാവും. എന്താണ് ആസിയാൻ കരാർ? അയാൾക്ക് പോലും അറിയില്ല എന്താണ് ആസിയാൻ കരാർ. അണുവായുധ നിരായുധീകരണ കരാറിൽ ഇന്ത്യ ഒപ്പുവെക്കാത്തത് എന്തുകൊണ്ട്? ഇന്ത്യ ഒപ്പുവെച്ചാൽ എന്ത് സംഭവിക്കും? അതൊന്നും അയാൾക്ക് അറിയൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് പോലും അറിയാത്ത വിഷയങ്ങളെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചാൽ ഞാനൊരു ബുദ്ധിമാനാണ്, ഞാനൊരു വലിയ പ്രാസംഗികനാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ശ്രമം. അപ്പോൾ ഇതാണ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു അഞ്ചാമത്തെ വിഭാഗമുണ്ട്, മാസ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ മോഹൻലാൽ ടെലിവിഷനിൽ വന്നിരുന്നിട്ട് ഒരു കാര്യം പറയാം. തൃശ്ശൂർ ജില്ലക്കാർ മാത്രമേ അത് കേൾക്കുള്ളൂ എന്ന് മോഹൻലാലിന് പറയാൻ പറ്റൂ. കാരണം ഇത് കേരളത്തിലുടനീളം സംരക്ഷണം ചെയ്യുന്ന ഏതെങ്കിലും ചാനലിൽ വന്നിരുന്നിട്ടാണ് ഈ പറയുന്നത്. അപ്പം അത് ഏഷ്യാനെറ്റാന്ന് വിചാരിച്ചോളൂ. ഏഷ്യാനെറ്റ് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് പല രാജ്യങ്ങളിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് UAE ഒരുപാട് മലയാളികൾ ഏഷ്യാനെറ്റിൻ്റെ പരിപാടികൾ കാണുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, രാത്രി 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 10:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് 7 മണിക്കിട്ട സീരിയലുകൾ വീണ്ടും ഒന്നേന്ന് തുടങ്ങും. വാനമ്പാടി, കസ്തൂരിമാൻ, പിന്നെ ഏതൊക്കെയുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ. എന്തിനത്? മറ്റ് രാജ്യങ്ങളിലുള്ളവർക്ക് ചിലപ്പോൾ അവരുടെ പ്രൈം ടൈമിലേക്ക് എത്തുന്ന സമയമായിരിക്കും. ഒരു 10 മണി തൊട്ട് ഈ സീരിയൽ കാണിച്ചിട്ട് വീണ്ടും 2 മണി തൊട്ട് ഇതന്നെ വീണ്ടും കാണിക്കും. അമേരിക്കൻ മലയാളികൾക്ക് കാണണ്ട സീരിയല്, അവരുടെ സീരിയലിൻ്റെ സമയമാണ്. അപ്പം ആ സമയം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇട്ട് കൊടുക്കും. ചിലപ്പോൾ തോന്നുന്നു ഏഷ്യാനെറ്റിന് എന്താ തലയ്ക്ക് വല്ല ഭ്രാന്തുണ്ട്, രാത്രി സീരിയൽ അതന്നെ ഉച്ചയ്ക്ക്. പല രാജ്യങ്ങളിലുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടടോ, അല്ലാതെ നിങ്ങളൊരു പർട്ടിക്കുലർ ടാർഗറ്റ് ഓഡിയൻസ് മാത്രമല്ല അവർക്കുള്ളത്. ഇതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഏതെങ്കിലും ഒരു മാസ് മീഡിയം, അത് ടെലിവിഷൻ ആവാം, ന്യൂസ് പേപ്പർ ആവാം,
ഇപ്പം മനോരമയ്ക്ക് ഇൻ്റർവ്യൂ കൊടുത്തു ഒരാൾ, സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ പറയാണ് സച്ചിന് ഏറ്റവും ഇഷ്ടം കേരളത്തിൽ വള്ളംകളി കാണാനാണ്. എന്നിട്ട് സച്ചിൻ പറയാം ഇത് ആലപ്പുഴക്കാർ മാത്രം കേട്ടാൽ മതി, വായിച്ചാൽ മതി. നടക്കുമോ? നടക്കില്ല. സച്ചിൻ പറഞ്ഞത് പത്രത്തിലൂടെ ആണെങ്കിൽ ആ പത്രം വായിച്ച എല്ലാ ജനങ്ങളും കേൾക്കും. അപ്പം സച്ചിന് പോലും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല സച്ചിൻ്റെ ഓഡിയൻസ് ആരാണ്. അതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ടാർഗറ്റഡ് ഓഡിയൻസ് അല്ല. പിന്നെ ചില പ്രോഗ്രാമുകൾക്ക് ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇത് ഉദാഹരണം കേട്ടോ, ഡോറ 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 ഡോറയുടെ പ്രയാണം. ഇത് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. ആൺ പെൺ വ്യത്യാസമില്ലാതെ പ്രായഭേദമന്യേ കേട്ടിട്ടുള്ളൊരിതായിരിക്കും. എന്താ കാരണം? വീട്ടിൽ കുട്ടികളുണ്ടായാൽ മതി, വേറെ ഒരു കാരണവും വേണ്ട. ഇത് കേൾക്കാതിരിക്കാൻ നിവർത്തിയില്ലേ. ഡോറ എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി, ഒരു കാർട്ടൂൺ കഥാപാത്രം. ആ കഥാപാത്രം നടത്തുന്ന യാത്രകൾ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പെൺകുട്ടിയാണെങ്കിൽ കേരളത്തിലെ അമ്മമാർ പറയും പെൺകുട്ടിയാണ്, അടങ്ങി ഒതുങ്ങി കുടുംബത്തിരിക്കുക. കേട്ട് തഴമ്പിച്ച ക്ലീശ ഡയലോഗാണ് അല്ലേ? എന്താ ആൺപിള്ളേർക്ക് വല്ല കൊമ്പ് തുമ്പിക്കേണ്ടി? അവൻ ആൺകുട്ടിയല്ലേ, അവൻ പോയിട്ട് വരട്ടെ, അവൻ പുറത്തിറങ്ങി നടക്കേണ്ടതല്ലേ, അവൻ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ്. എന്താ പെൺപിള്ളേർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല? പെൺകുട്ടികൾ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടവരല്ലേ? നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും വലിയ പോരായ്മയാണ് എല്ലായിടത്തും പെൺകുട്ടികളെ പിന്നിലോട്ട് വലിക്കും, എല്ലായിടത്തും അവരൊന്ന് താഴ്ത്തും, എന്നിട്ട് പറയും പീഡിപ്പിച്ചു. പോരെ, എല്ലായിടത്തും താഴ്ത്തി കെട്ടുന്നൊരു വിഭാഗത്തെ മറ്റൊരു വിഭാഗം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അത് നമ്മുടെ വീടുകളിൽ നിന്ന് മാറ്റം വരേണ്ടതാണത്. വീട്ടിൽ നിന്ന് തുടങ്ങണം അതിനുള്ള പ്രിപ്പറേഷൻ. വേണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വീട്ടിൽ നിന്നല്ലേ മാറ്റം തുടങ്ങണ്ടേ? അപ്പൊ വീട്ടിൽ നിന്ന് തുടങ്ങേണ്ട മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഇതുവരെ വന്നിട്ടില്ല. മാസ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രത്യേകതയാണത്. എത്ര പേരിലേക്ക് എത്തുന്നു, എങ്ങനെ എത്തുന്നു എന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ 2 ടൈപ്പ് കമ്മ്യൂണിക്കേഷനാണ്, ഇൻട്രാ പേഴ്സണലും ഇൻ്റർ പേഴ്സണലും. അതിൽ ഇൻ്റർ പേഴ്സണലിൽ തന്നെ ഫോക്കസ്ഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടും അൺഫോക്കസ്ഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടും 2 ടൈപ്പ് ഉണ്ട്. അതല്ലാതെ തന്നെ ഒരു 3 സ്റ്റേജസ് ഉണ്ട് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ്റെ. വലിയ കാര്യമുള്ള കഥയൊന്നുമില്ല, എങ്കിലും നമുക്കത് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കത് ചർച്ച ചെയ്യേണ്ടി വരും. ഞാൻ ഒരിക്കൽ കൂടി നമ്മളുടെ പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്താണ്. ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, പി ഷാജു സാറിൻ്റെ പുസ്തകമാണ്. യൂണിവേഴ്സിറ്റി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റാണ്. ഇതൊന്ന് മേടിക്കാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കും. ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും, അത്രയും പെട്ടെന്ന് മേടിക്കും. ഇവിടെ കോളേജിൻ്റെ അടുത്തേക്ക് വരാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ കോളേജിൻ്റെ മുൻവശത്തായിട്ട് ഒരുപാട് കടകളുണ്ട്. അതിൽ സിയോൺ എന്ന് പറയുന്ന ഒരു ബുക്ക് സ്റ്റോൾ ഉണ്ട്. അവിടുത്തെ ബാബു സാറിനോട് പറഞ്ഞാൽ പുസ്തകം അവൈലബിൾ ആക്കി തരും. നമ്മുടെ കോളേജിൽ നിന്നാന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പുസ്തകം എത്രയും പെട്ടെന്ന് നിങ്ങൾ മേടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. Communication has been classified into several types of depending upon the social group in which it takes place and upon the technical devices used to facilitate it. The type range from the intrapersonal communication and interpersonal to the group and the mass communication. ഇവിടെ 4 ടൈപ്പേ പറഞ്ഞുള്ളൂ. പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ഇവർ വിട്ട് കളഞ്ഞു. പക്ഷേ 5 ടൈപ്പ് ഉണ്ട്. നിങ്ങൾ ഈ 5 ടൈപ്പും പഠിക്കണം. നമുക്ക് ആദ്യത്തെ ഒന്ന് നോക്കാം. ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് വിത്തിൻ ആൻ ഇൻഡിവിജ്വൽ ഈസ് കോൾഡ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ആ വാക്കിനാണ് ഇവിടെ പ്രാധാന്യം. വിത്തിൻ ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയിൽ തന്നെ സംഭവിക്കുന്ന
ആശയവിനിമയത്തെയാണ് ഇൻട്രാപേഴ്സണൽ, INTRA, ഇൻട്രാപേഴ്സണൽ. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് ഇൻ്റർ ആണ്, INTER ആണ്, ഇൻ്റർപേഴ്സണൽ. അത് തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് ഇൻട്രാ എന്ന് പറഞ്ഞാൽ നമ്മളോട് തന്നെ, വിത്തിൻ, എൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന കമ്മ്യൂണിക്കേഷനാണ്. ഇൻ്റർ എന്ന് പറഞ്ഞാൽ അത് അപ്പം തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരാളുണ്ടെന്നാണ് അതിനർത്ഥം, മറ്റൊരാളോടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ക്ലിയർ അല്ലേ? ദ ഇൻഡിവിജ്വൽ ഫങ്ഷൻസ് ഹിയർ ആസ് ദി സോഴ്സ് ആൻഡ് ദ റിസീവർ. അപ്പോൾ ഇവിടുത്തെ എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇൻ്ററാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ സെൻഡർ ഒരാൾ തന്നെ, റിസീവർ ഒരാൾ തന്നെ. ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുക, ഇന്നത്തെ ദിവസം ഞാൻ ഒരു നന്മ പോലും ചെയ്തില്ല, ചെയ്തതൊക്കെ തെണ്ടിത്തരായി. ഞാൻ ആരോടാ പറയണേ? ഞാൻ എന്നോട് തന്നെയാണ് പറയണേ. അപ്പം സെൻഡറും ഞാൻ തന്നെ, റിസീവറും ഞാൻ തന്നെ, ഒരു മാറ്റവും. ക്ലിയർ? ഇറ്റ് ഇൻക്ലൂഡ്സ് അവർ റിഫ്ലക്ഷൻ, കണ്ടംപ്ലേഷൻ, മെഡിറ്റേഷൻ, അവർ ഇന്നർ മോണോലോഗ്സ്. മോണോലോഗ് എന്ന് വെച്ചാൽ സിംഗിൾ ആണെന്ന് ഉറപ്പാണ്. നിങ്ങൾ മോണോ ആക്റ്റൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരാൾ ഒറ്റയ്ക്ക് ഒരുപാട് കഥാപാത്രങ്ങളെ വേദിയിൽ അവതരിപ്പിക്കുന്ന ഒരു ദൃശ്യവിരുന്നാണ് മോണോ ആക്ട്. മോണോലോഗ് എന്ന് പറഞ്ഞാൽ അവിടെ ആക്റ്റ് ഇല്ല, സംസാരം മാത്രമേ ഉള്ളൂ. ഡയലോഗ് എന്ന് പറഞ്ഞാൽ അത് രണ്ടുപേര് തമ്മിലാണ്, അവിടെ 2 persons വേണം. ഡയലോഗാണ്, 2 പേര് തമ്മിലുള്ള സംസാരമാണ്. മോണോ എന്ന് പറഞ്ഞാൽ സിംഗിളാണ്. പോളിഗമി, മോണോഗമി ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? മോണോഗമി സിംഗിൾ റിലേഷനാണ്. പോളിഗമി എത്ര വേണമെങ്കിലും റിലേഷൻ ആവാമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മോണോലോഗ് നമ്മൾ സ്വയം സംസാരിക്കുന്നതിനെയും ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനായിട്ട് കൂട്ടുന്നു. അവർ റിഫ്ലക്ഷൻസ് അപ്പോൺ അവർ സെൽഫ്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്, നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ തന്നെ വിലയിരുത്തുന്നുണ്ടെങ്കിൽ അതിന് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ആൻഡ് അവർ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് ആൻഡ് വിത്ത് അവർ എൻവിറോൺമെൻറ്റ്. നമുക്ക് നമ്മളുമായിട്ടും മറ്റുള്ളവരുമായിട്ടും നമ്മുടെ സാഹചര്യങ്ങളുമായിട്ടുള്ള നമ്മളുടെ ഇടപെടൽ അത് എത്രത്തോളമാണോ, ആ എൻവിറോൺമെൻറ്റുമായിട്ട്, പ്രകൃതിയുമായിട്ട് നമ്മൾ എത്രത്തോളം ഇടപഴകുന്നോ അതിനെയും ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നു. കോൺവേഴ്സിംഗ് വിത്ത് ദി ഡിവൈൻ മേ ബി ടേംഡ് ട്രാൻസ്പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ്റെ തന്നെ മറ്റൊരു വിഭാഗം ട്രാൻസ്പേഴ്സണൽ. കാരണം അവിടെ മറ്റൊരു റിസീവർ ഉണ്ട് എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. അത് ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് എ തോട്ട്, ഒരു ജസ്റ്റ് എൻ ഇമാജിനേഷൻ. ദൈവമുണ്ട് എന്നുള്ള തോന്നലാണ്. പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാരണമുണ്ടെന്ന് പറഞ്ഞ പോലെയാണ് സൈക്കിൾ ശുദ്ധാധർ ഭക്തികൾ. എന്നിട്ട് പ്രാർത്ഥിക്കാനുള്ള കാരണം എന്താ? ഒരമ്മയും കുട്ടിയും തമ്മിലുള്ള സംഭാഷണമാണ്, പരസ്യമാണ് കേട്ടോ, സൈക്കിളിൻ്റെ പരസ്യമാണ്, സൈക്കിൾ അഗർഭക്തി. കുട്ടി അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ ദൈവമില്ലായിരുന്നെങ്കിലോ? വളരെ നാച്ചുറലായിട്ടുള്ള ചോദ്യം. ദൈവമില്ലായിരുന്നെങ്കിലോ? അപ്പോൾ അവരൊരു നാളികേരത്തിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് നിൽക്കുകയാണ്. ആദ്യത്തെ അമ്മയുടെ മറുപടി, ഈ നാളികേരത്തിൽ ആര് വെള്ളം നിറയ്ക്കും? വിച്ച് മീൻസ് ദൈവമാണ് അതിൽ വെള്ളം നിറച്ചത്. ഈ പറന്നു പോകുന്ന പക്ഷികൾക്കൊക്കെ ആര് സംരക്ഷണം ഒരുക്കും? റോട്ടിലിറങ്ങി നടക്കുമ്പോൾ നിന്നെ ആര് സംരക്ഷിക്കും? ദൈവമുണ്ട്. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ നോൺസെൻസ്, ഒരു സെൻസില്ലാത്ത പരസ്യം. ദൈവം ഉണ്ടാവാതിരിക്കുക ചെയ്യട്ടെ, എന്നിലുള്ള വിശ്വാസമാണ് എന്നെ പ്രാർത്ഥിക്കാനായിട്ട് പ്രേരിപ്പിക്കേണ്ടത്, അല്ലേ? അപ്പോൾ ഇവിടെ ഡിവൈൻ എന്ന് വാക്ക് ഉപയോഗിച്ചപ്പോൾ, ട്രാൻസ്പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് നിരീശ്വരവാദത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനോ
അല്ലെങ്കിൽ ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഡിബേറ്റിനോ നമുക്കിപ്പോൾ ഇവിടെ സമയമില്ല. പക്ഷെ ഇവർ പറയാണ്, നമ്മൾ ഡിവൈനായിട്ടുള്ള ദൈവികമായിട്ടുള്ള ഒരു ചിന്തയോടോ ഒരു വ്യക്തിയോടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ട്രാൻസ് പേഴ്സണൽ എന്നാണ് വിളിക്കേണ്ടത്. ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ്റെ തന്നെ ഒരു വകഭേദമാണ്. അവിടെ നമ്മളൊരാളുണ്ടെന്ന് വിചാരിക്കുകയാണ്, പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ അങ്ങനെ ഒരാളില്ല. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ അല്ലേ? In intrapersonal communication, the starting point and the destination of message are within the same person. എന്നിൽ നിന്നൊരു മെസ്സേജ് പുറത്തേക്ക് പോകുന്നു, അത് ഞാൻ തന്നെ റിസീവ് ചെയ്യുന്നു, ഞാൻ തന്നെ അത് അനലൈസ് ചെയ്യുന്നു. സെയിം പേഴ്സൺ തന്നെയാണ്. ഡെസ്റ്റിനേഷനും മാറ്റമില്ല, സോഴ്സിനും മാറ്റമില്ല. The principal function carried in this communication are commonly referred to as thinking and feeling. ചില സമയത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, ചില ഫീലിങ്സാണ് മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുന്ന ചില ചിന്തകളാണ്. എന്നാലും കളിക്കാൻ പോയതിൻ്റെ പേരിൽ പപ്പ തല്ലിയത് ശരിയായില്ല, അതും കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് തന്നെ തല്ലി. എനിക്കതാണ് സഹിക്കാൻ പറ്റാണ്ടായത്. അവരുടെ മുമ്പിൽ നല്ല സ്റ്റാറായിട്ട് കളിച്ച് വരികയായിരുന്നു. ആ നേരത്തെ ആ പട്ടപടി മേടിച്ചിട്ട് തന്നെ എന്നെ അടിച്ചു. അവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തി. ഇത് നമ്മുടെ ഫീലിംഗ് ആണ്. ഇത് ഇൻട്രാപേഴ്സണലാ. കാരണം നമ്മൾ വേറൊരാളോട് പറയല്ല, നമ്മൾ നമ്മളോട് തന്നെ പറയാം. ഇനി അവരുടെയൊക്കെ മുഖത്ത് എങ്ങനെ നോക്കും, എന്നെ കളിക്കാൻ പോലും വിടാതെ എന്നെ പഠിപ്പിസ്റ്റാക്കി വളർത്താനാണ് എൻ്റെ വീട്ടുകാർ ശ്രമിക്കുന്നതെന്നല്ലേ കൂട്ടുകാർ ചിന്തിക്കുള്ളൂ. മോശമായിപ്പോയി, വളരെ മോശമായി. ഇങ്ങനത്തെ സ്വന്തമായിട്ടുള്ള ചിന്തകളും നമ്മളോട് തന്നെ സംസാരിക്കുന്നതിനും നമ്മളുടെ ചില വിചാരങ്ങളെയാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ occurs when we think, feel, meditate as well as when we verbalize to ourselves. നമ്മളോട് തന്നെ സംസാരിക്കുമ്പോൾ. During intrapersonal communication, we observe ourselves and became more aware of our personal consciousness. Interpersonal communication help us to come to terms or fail to come to terms with ourselves, with others. Thus, we create bridges or battlements. We make connections or sever them. We open ourselves up or establish self-defenses. സെൽഫ് ഡിഫെൻസ് എടുക്കുന്ന ചില കാര്യങ്ങളുണ്ടോ സ്വയം സംരക്ഷിക്കാൻ? അതിലേറ്റവും കൂടുതൽ നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളൊരു കാര്യം, എന്നെ സംബന്ധിച്ചിട്ടോ നിങ്ങളെ സംബന്ധിച്ച് എനിക്കറിയില്ല, മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിൽ വയ്ക്കൂ. നമുക്ക് നേരിട്ട് സംവദിക്കുന്ന സമയത്ത് നമുക്ക് പറയാം. നമ്മളെടുക്കുന്ന ഏറ്റവും വലിയ സെൽഫ് ഡിഫെൻസാണ്. അതിനുള്ളൊരു ഉദാഹരണമാണ് പറയുന്നത്. പരീക്ഷ നടന്നു, മാർക്ക് വന്നു, പേപ്പർ കിട്ടി. 50ലാണ് പരീക്ഷ, 10 മാർക്കാണ് കിട്ടിയത്. ഈ സാധനം വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒപ്പിടിച്ച് കൊണ്ടുവരണം നാളെ. എന്തു ചെയ്യും? 10 മാർക്കേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ വായെന്ന് ആദ്യം കേൾക്കുന്ന ഡയലോഗ്, അണിഞ്ഞൊരുങ്ങി എല്ലാ ദിവസവും കാലത്ത് എനിക്ക് പോകണ്ടില്ല, എവിടേക്കാ പോണേ, ഈ 10 ഉണ്ടാക്കാനായിരിക്കും പോയിട്ടുണ്ടാവുക. അമ്മേരെയൊന്നും കിട്ടും ആവശ്യത്തിന്. അമ്മേരെ വക ഡയലോഗ്. ഡ്രസ്സ് തേച്ച് ചോറും പാത്രത്തിൽ ചോറാക്കി വെള്ളമാക്കി അവളുടെ ബാഗിലെടുത്ത് വെച്ച് കൊടുത്തയച്ചതാ, അവൻ്റെ ബാഗിലെടുത്ത് വെച്ച് കൊടുത്തയച്ചതാ. എന്നിട്ട് 10 മാർക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നിന്നൊക്കെ തീറ്റി പോറ്റി വളർത്തി വലുതാക്കണ നേരത്തെ ആസ് യൂഷ്വൽ വാഴയാണ് പൊതുവെ പറയാറ് അല്ലേ? ഇത് കിട്ടും എന്നുറപ്പുള്ള കാരണം നമ്മളാദ്യം ഒരു നാടകം പ്രിപ്പയർ ചെയ്തിട്ടാണ് വീട്ടിൽ പോകുന്നത്. നമ്മുടെ നാടകത്തിൻ്റെ ആദ്യത്തെ ഡയലോഗ് ഇതാണ്: പരീക്ഷ പേപ്പർ കിട്ടി, 50ലാണ് പരീക്ഷയായിരുന്നു,
ക്ലാസ്സിലെല്ലാവർക്കും മാർക്ക് കുറവാണ്. 45 പേര് ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിട്ട് ആകെ ജയിച്ചത് 18 പേര്. 27 ആൾ തോറ്റു. 27 ഒരാൾ ഞാനുമാണ്. 10 മാർക്ക് കിട്ടിയ. ഇതൊരു സെൽഫ് ഡിഫെൻസ്. രണ്ടാമത്തെ ഉണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ എക്സ്റ്റൻഷൻ ഉണ്ടാവും. ഒരു വസ്തു ആ ടീച്ചർ എടുക്കണമെന്ന് മനസ്സിലാവില്ല, എന്ന് പറഞ്ഞിട്ട് പോവും. ഞങ്ങൾക്ക് മനസ്സിലായോ, ഞങ്ങൾക്ക് വീണ്ടും എടുത്തു തരണോ, ഒന്നും ടീച്ചർക്ക് അറിയണ്ട. പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് മാർക്ക് കിട്ടുക? മൂന്നാമത്തെ സെൽഫ് ഡിഫെൻസ്, അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ വീണ്ടും എക്സ്റ്റൻഷൻ തന്നെ ഞാൻ പറയും. ഒരു സാധനം പഠിച്ചോടത്തൊന്നും പഠിപ്പിച്ചോടത്തൊന്നും വന്നിട്ടില്ല, ഒക്കെ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു. ഔട്ട് ഓഫ് സിലബസ് എങ്ങനെയാണെന്നറിയും? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ മാത്സ് ആണെങ്കിൽ സംഭവിക്കാവുന്നൊരു കാര്യമാണ്. a+b² ഇതിന് പകരം a+c² അയ്യോ ഔട്ട് ഓഫ് സിലബസ് ആയി. a+b² ഞങ്ങൾ പഠിച്ചിട്ടില്ല, സി പഠിച്ചിട്ടില്ലേ, ഔട്ട് ഓഫ് സിലബസ്, ഒരു രക്ഷയില്ല. a+b × 2ab + b², a² + 2ab + b². ഇതിലെ ബി മാറ്റി അവിടെ സി ആക്കി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഔട്ട് ഓഫ് സിലബസ് അല്ലേ, ടെക്സ്റ്റിൽ ഇങ്ങനെയല്ലല്ലോ ചോദ്യം. ഇതാണ് സെൽഫ് ഡിഫെൻസ്. നമ്മൾ കുറെ പയറ്റിയിട്ടുള്ളതാണല്ലോ, ഞാനും നിങ്ങളൊക്കെ പയറ്റിയിട്ടുണ്ടാവും. നമ്മൾ സ്ഥിരം ചെയ്യണ നമ്പർ. നമ്മുടെ കഴിവില്ലായ്മ മറ്റുള്ളവരുടെ മേൽ വെച്ച് കെട്ടിയിട്ട് സ്വയം രക്ഷപ്പെടാനുള്ള മാർഗം കണ്ടെത്തും. We use intrapersonal communication as a mean of self-assurance, confidence building, confidence maintaining, as well as self-discovery. നമ്മളെ തന്നെ വളർത്തിയെടുക്കാനാണ് ഇത്തരത്തിലുള്ള ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തുന്നത്. കാരണം നമ്മൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ നമ്മൾ തന്നെ സ്വയം അനലൈസ് ചെയ്യുക. ഇനി അതിലെന്ത് മാറ്റം വരുത്താം, എങ്ങനെ മാറ്റം വരുത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ സംഭവിക്കുന്നത്. ഇനി interpersonal communication. Interpersonal communication is face-to-face communication between two persons or more in a close physical proximity. Proximity എന്താ? അടുത്തുള്ളത്. ഞാനും നിങ്ങളും തമ്മിൽ ഒരു നിശ്ചിത അകലത്തിൽ നിന്നുകൊണ്ട്, ഇന്നിപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇത്രയുള്ള ഡിസ്റ്റൻസ് ഇത്രയാകുന്നു, എന്നിട്ടും പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. പോട്ടെ, ഇവിടെ ഇൻ്റർപേഴ്സണൽ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫ്രണ്ട്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. രണ്ട് കൂട്ടുകാർ തമ്മിൽ കണ്ടാൽ 10 അടി അകലെ നിന്നിട്ടാണോ സംസാരിക്കുക? അല്ല, ഏറ്റവും ചേർന്നിരുന്നിട്ട് സംസാരിക്കും. ആ ഫ്രണ്ട്സ് ലവേഴ്സ് ആണെങ്കിൽ ഞാനൊന്നും പറയണില്ലേ, ഞാൻ പറഞ്ഞിട്ട് കുഴപ്പമായിട്ട് വേണം, എവിടെയെങ്കിലും ഇരുന്ന് സംസാരിച്ചു, പ്രശ്നം തീർന്നില്ലേ? സാറ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചതെന്ന് പറയണ്ടല്ലോ നാളെ. എനിവേ, രണ്ട് അടുപ്പമുള്ള വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ മാക്സിമം ദൂരം കുറയും, അവർ വളരെ അടുത്ത് നിന്ന് സംസാരിക്കും. അതാണ് ക്ലോസ് പ്രോക്സിമിറ്റി. In other words, interpersonal communication describes any mode of communication, verbal or non-verbal. രണ്ട് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അറിയാലോ. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. വളരെ ഫാസ്റ്റായിട്ട് വെർബൽ എന്താണ് നോൺ വെർബൽ എന്താണെന്ന് പറയാം. വെർബൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് using the help of words in oral or in written form. വാക്കുകളുടെ സഹായത്തോടെ സംസാരത്തിലൂടെയോ എഴുതിയതിലൂടെയോ ആശയവിനിമയം നടത്തുന്ന രീതിയാണ്
വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അപ്പം നോൺ വെർബൽ എന്തായിരിക്കും? വാക്കുകളുടെയും റിട്ടൺ ലെറ്റേഴ്സിൻ്റെയും സഹായമില്ലാതെ നടത്തുന്ന ആശയവിനിമയത്തെ നോൺ വെർബൽ എന്ന് പറയും. നോൺ വെർബൽ കാണാൻ ഏറ്റവും പറ്റിയ സ്ഥലം എക്സാമിനേഷൻ ഹാൾ അല്ലേ? ഏറ്റവും കൂടുതൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സ്ഥലം എക്സാമിനേഷൻ ഹാളാണ്. ഫുള്ളാംഗ്യമാണ്, ഫുള്ളാംഗ്യം. നമ്മൾക്കുള്ള ചോദ്യങ്ങളിൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ വളരെ സന്തോഷം, കാരണം ആംഗ്യങ്ങളാണ്. രണ്ടാമത്തെ ചോദ്യം നേരെ നമ്മൾ അയാളെ നോക്കും, അപ്പം അപ്പുറത്തുനിന്ന് വേറെ രീതിയിലായിരിക്കും ആൻസർ. ഇപ്പോൾ ഓപ്ഷൻ ഉണ്ടെങ്കിൽ 3 ആൻസർ എങ്കിൽ അയാളുടെ ഉത്തരം ഇങ്ങനെയായിരിക്കും. എന്താ അവിടെ? ഒന്നുമില്ല ടീച്ചറോ, മൂക്ക് ചൊറിഞ്ഞതാ. ഇങ്ങനെയാണോ മൂക്ക് ചൊറിയ? ഏറ്റവും കൂടുതൽ മുടി റെഡിയാക്കല. പരീക്ഷ ഹാളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന അംഗം വെട്ടോളാണ്. നിങ്ങൾ മോഹൻലാലിൻ്റെ വാനപ്രസ്ഥം എന്നൊരു സിനിമ കണ്ടിരുന്നു? മോഹൻലാലിന് ഭരത് അവാർഡ് മേടിച്ചു കൊടുത്ത സിനിമ. ഭരതത്തിനും കിട്ടിയിട്ടുണ്ട്, പക്ഷെ മോഹൻലാലിന് ഒരു ഭരത് അവാർഡ് കിട്ടിയത് വാനപ്രസ്ഥത്തിന് വേണ്ടിയിട്ട്. അതിൽ മോഹൻലാൽ ഒരു കഥകളി ആർട്ടിസ്റ്റാണ്. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മോഹൻലാൽ 3.5 വർഷം കഥകളി പഠിച്ചു എന്നുള്ളതാണ്. സിനിമയ്ക്ക് വേണ്ട രീതിയിൽ ടെക്നിക്കാലിറ്റീസ് ഒന്നും പഠിക്കാതെ അതിനെ വെറുതെ സ്ക്രീനിലേക്ക് പകർത്താം. പക്ഷെ മോഹൻലാൽ എക്സ്ട്രാ എഫേർട്ട് എടുത്ത് 3.5 വർഷക്കാലം കഥകളി പഠിച്ച് ആ സിനിമ ചെയ്തു. അതുകൊണ്ടാണ് അതിന് അത്രയും പെർഫെക്ഷൻ കിട്ടിയത്. നമുക്ക് കണ്ടാൽ ദഹിക്കാത്ത പടമാണ്. എന്നിരുന്നാലും ഇങ്ങനെ 3-4 വർഷം കൊണ്ട് കഥകളിയിൽ കണ്ണുകൊണ്ട് കഥ പറയുന്നൊരു പരിപാടി ഉണ്ട് മക്കളെ. അത് എക്സാം ഹാളിൽ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ നിങ്ങൾ ഓരോരുത്തരുമാണ്. ഞാൻ എക്സ്പേർട്ടല്ല, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇതിലും നന്നായിട്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു തരാൻ എനിക്കറിയില്ല. It is considered the most effective type of communication because it is personal, direct, intimate, and allow maximum interaction in words, gestures and expression. ഏറ്റവും മികച്ച കമ്മ്യൂണിക്കേഷൻ രീതി എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന ഇൻ്റർപേഴ്സണലാണ്. കാരണം അത് കൃത്യമായിട്ട് ആളുടെ മുൻപിൽ നിന്നിട്ടാണ്. നമ്മുടെ മുഖത്ത് വരുന്ന ഭാവവ്യത്യാസങ്ങൾ പോലും അവരുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് വരും. വേറെ ആരും കേൾക്കില്ലെങ്കിൽ ഒരു കാര്യം പറയും. ഒരു ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ്റെ ഉദാഹരണം പറയും. ഒരു ആൺകുട്ടി സമപ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ അടുത്ത് വരും. കുട്ടി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്ക് കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. കുറേ നാളായിട്ട് ഇത് പറയണമെന്ന് വിചാരിച്ചാണ്. ഒരവസരം കിട്ടാത്തതുകൊണ്ട് പറയാതിരുന്നു. അയ്യോ, എനിക്കങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിക്കെല്ലാവരും ഫ്രണ്ട്സാണ്. ആ ഒരു അടുപ്പേ ഞാൻ ഇയാളോടും കാണിച്ചിട്ടുള്ളൂ. പിന്നെ പ്രേമിക്കാനൊന്നും എന്നെ കിട്ടില്ല. ഞാൻ എൻ്റെ അച്ഛനും അമ്മയും പറയുന്ന ആളെ കല്യാണം കഴിക്കും. അപ്പം ചെക്കൻ, അല്ല ഞാൻ ഇല്ല, കൂടുതലൊന്നും പറയണ്ട, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇതൊരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഇവിടെ കൃത്യമായിട്ട് പെൺകുട്ടി പറഞ്ഞ മറുപടിയിലുള്ള നീരസം ആ പയ്യനവൻ്റെ മുഖത്ത് കാണിക്കും. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നാണല്ലോ പൊതുവെ പറയാറ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മളുടെ മുഖത്ത് വരുന്ന ഭാവവ്യത്യാസങ്ങൾ, നമ്മൾ കാണിക്കുന്ന ഓരോ ആംഗ്യങ്ങൾ പോലും ചിലപ്പോൾ വലിയ അർത്ഥങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഇത് മോസ്റ്റ് ഇഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ രീതി എന്ന് പറയുന്നത്.
കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പേഴ്സൺസ് ഈസ് ഓൾസോ നോൺ ആസ് ഡയഡിക് കമ്മ്യൂണിക്കേഷൻ. ഓർത്തു വയ്ക്കുക പേര്. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് മാത്രമല്ല, ഡയഡിക് കമ്മ്യൂണിക്കേഷൻ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. Interpersonal communication is vital to every society. Life is meaningfully sustained by the pulsating beat of interpersonal communication and take place all around us, including in our homes, schools, offices, college premises and other public places. It feeds the mind of people, enriches their personality and quickens their imagination. ഇത് എല്ലായിടത്തും കാണാൻ കഴിയുന്ന ഒരു രീതിയാണ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കാരണം വളരെ ഇഫക്റ്റീവ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നു. സ്കൂളിൽ, കോളേജിൽ, ക്യാമ്പസ് പ്രൊമിസസിൽ, മറ്റ് ഇടങ്ങളിലൊക്കെ ഇത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. ബട്ട് ജസ്റ്റ് ആസ് ഇറ്റ് ഇൻഫ്യൂസസ് ലൈഫ്, ഇറ്റ് ക്യാൻ ഓൾസോ ജനറേറ്റ് പ്രോബ്ലംസ് ഇഫ് മിസ്യൂസ്ഡ്. പേഴ്സണൽ റൈവൽറി ആസ് വെൽ ആസ് റേഷ്യൽ, റിലീജിയസ്, റീജിയണൽ, കമ്മ്യൂണൽ ആൻഡ് ഇൻ്റർനാഷണൽ കോൺഫ്ലിക്ട്സ് would be resulted through the improper use of interpersonal communication. ഇഫക്റ്റീവാണ്, നല്ലതാണ്, ഒക്കെ സമ്മതിച്ചു. പക്ഷേ ഒപ്പം തന്നെ ഇത്തിരി കുഴപ്പം പിടിച്ചതും കൂടിയാണ്. കാരണം എന്താ പറയുക, ഒരു ചെറിയ തെറ്റിദ്ധാരണ മതി, ഒരു വാക്കിൻ്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ് മതി, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ മൊത്തം തെറ്റാനും അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരാനും. ചിലപ്പോഴൊക്കെ ചില രാഷ്ട്രീയ നേതാക്കൾ വിവാദങ്ങൾ ഉണ്ടാവുന്ന കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. ഒരു വാക്കൊന്നും മാറിപ്പോയിട്ടുണ്ടാവും. ചിലപ്പോൾ അയാൾ ഉദ്ദേശിച്ച മീനിങ്ങിലായിരിക്കില്ല മാധ്യമങ്ങൾ അത് എടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയും സംഭവിക്കാം. ഇതൊക്കെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവാൻ സാധ്യതയുള്ളതാണ്. ഓൾദോ വി നീഡ് അതർ പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ്, ദ മിയർ പ്രസൻസ് ഓഫ് അതർ ഡസ് നോട്ട് നെസസറിലി റിസൾട്ട് ഇൻ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. വി മേ ബി അവെയർ ഓഫ് പീപ്പിൾ സ്റ്റാൻഡിങ് ഇൻ എ ക്യൂ with us or sitting near us in a bus, but we do not usually respond to them, nor do they respond to us. For interpersonal communication to be meaningful, it must have the requisite setting of mutual interest and personal closeness. The conditions encourages personnel to share themselves, their perceptions, intention, values and differences of opinion with others. എല്ലായിടത്തും ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നടന്നോളണം നിർബന്ധമില്ല. രണ്ടുപേരും അടുത്തിരുന്നുകൊണ്ട് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്നില്ല. രണ്ടുപേരുടെ താല്പര്യമാണ്, വില്ലിങ്നെസ് ആണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളെ, ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ എൻ്റെ അപ്പുറത്ത് വന്നിരുന്നു. ഞാൻ അയാളോട് സംസാരിച്ചോളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം എനിക്ക് അയാളെ പരിചയമില്ല, എനിക്ക് അയാളോട് സംസാരിക്കാൻ തോന്നില്ലെങ്കിൽ ഞാൻ സംസാരിക്കില്ല. നേരെ മറിച്ച് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥി തന്നെ എൻ്റെ അപ്പുറത്ത് വന്നിരുന്നു. അളിയ എന്തൊക്കെയുണ്ട് വിശേഷം, ഇത് എവിടെ പോയതാ? ഓ, ഞാൻ നിന്നെ ബസ്സിൽ കാണുന്ന ഒട്ടും വിചാരിച്ചില്ല. കഴിഞ്ഞ ദിവസം കോളേജിൽ പോയിട്ട് എൻ്റെ പൊന്നോ ഒന്നും പറയാൻ ചടപടപടപടപട വിശേഷങ്ങളൊക്കെ. ഇറങ്ങേണ്ട സ്റ്റോപ്പ് അവസാനം മറന്നു പോവാവും, അത്രയധികം വിശേഷമുണ്ട്. അപ്പം അതാണ് വില്ലിങ്നെസ് ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് കാണിക്കുന്നത്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന് തയ്യാറാവുള്ളൂ. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഈസ് എ ഡയലോഗ് ഓർ കോൺവെർസേഷൻ വിത്തൗട്ട് ദി ഇൻ്റർവെൻഷൻ ഓഫ് എ മെഷീൻ ലൈക്ക് ടെലിഫോൺ. വെൻ എ മെക്കാനിക്കൽ ഡിവൈസ് mediates in an interpersonal exchange, it is called interpersonal mediated communication. നമുക്കറിയാം, നമ്മളൊരാളെ മൊബൈലിൽ വിളിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് വളരെ പരിചിതനായിട്ടുള്ളൊരു വ്യക്തി, നമ്മുടെ കൂട്ടുകാരൻ. ആ ഡാ, ഹലോ, എവിടെയാടാ? ഞാനേ ഇന്ന സ്ഥലത്തുണ്ട്, നിനക്കൊന്ന് ഇവിടം വരെ വരാൻ പറ്റുമോ? നമുക്കൊരു കാര്യം ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ നമുക്കൊരു കാപ്പി കുടിക്കായിരുന്നു. പിന്നെ എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്. നീ പറഞ്ഞടാ. അല്ല, അത് ഫോണിൽ കൂടെ പറഞ്ഞാൽ ശരിയാവില്ലേ, അത് നേരിട്ട് കണ്ടിട്ട് പറയേണ്ട കാര്യമാണ്. നമ്മുടെ ക്ലാസ്സിലെ മറ്റേ കൊച്ചിനെ കുറിച്ചുള്ളൊരു കാര്യം. ഇങ്ങനെ സംസാരങ്ങൾ പല രീതിയിൽ നീണ്ടും. അവിടെ നമുക്കിടയിൽ ബന്ധിപ്പിക്കുന്നൊരു, ഇപ്പോൾ ഉദാഹരണം ഇൻ്റർനെറ്റ്, സ്കൈപ്പിലൊക്കെ വീഡിയോ കോൾ വളരെ സുലഭമായിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ
നമുക്കൊരു ക്ലോസ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ അവിടെ സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. ആ സ്കൈപ്പ് എന്ന് പറയുന്ന ആപ്പും ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഫെസിലിറ്റിയും കൂടി ചേരുമ്പോഴേ നമുക്കത് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ. ഇത്തരം കമ്മ്യൂണിക്കേഷനെ ഇൻ്റർ പേഴ്സണൽ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കും. ഇടയിലൊരു മീഡിയേറ്റർ ഉണ്ട്. മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു മീഡിയേറ്റർ നമ്മളെ ബന്ധിപ്പിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊരു മറ്റൊരു രീതിയാണ്, അത് പറഞ്ഞു തന്നു എന്ന് മാത്രം. എ ടെലിഫോണിക് കോൺവെർസേഷൻ ഓർ ഇൻ്റർനെറ്റ് ചാറ്റിംഗ് ബിറ്റ്വീൻ ടു ഇൻഡിവിജ്വൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സച്ച് മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഈസ് മോർ പെർസിസ്റ്റീവ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ദാൻ എനി അതർ type of communication such as group communication or mass communication. It involves in interplay of words and gestures as the warmth of the human closeness and involvement of all five senses. മറ്റ് കമ്മ്യൂണിക്കേഷനെ അപേക്ഷിച്ച് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വളരെ ശക്തമാണെന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ 5 ഇന്ദ്രിയങ്ങൾ, കാണാനും കേൾക്കാനും മണക്കാനും രുചിക്കാനും തൊട്ടറിയുവാനും. സാറേ, ഈ രുചി എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാവും? അമ്മ വീട്ടിൽ നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കി, കിട്ടു സാധനം, ഒരു രക്ഷയില്ല. എടുത്തിട്ട് കയ്യിലേക്കൊരു കഷ്ണം ഇട്ടിട്ട് ടൊവിനോ മറ്റേ ഗോദ എന്ന സിനിമയിൽ പറയുന്ന പോലെ തവിയോണ്ട് കുറച്ച് ബീഫ് അങ്ങോട്ട് എടുത്തിട്ടിട്ട് ഒരു മൊരിഞ്ഞ പൊറോട്ടയുടെ ഒരു കഷ്ണം അങ്ങോട്ട് പൊട്ടിച്ചു ഈ ബീഫിൻ്റെ കൂട്ട് അങ്ങോട്ട് കഴിച്ചാലുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മളൊരു കഷ്ണം ചിക്കൻ്റെ പീസ് എടുത്തു, കഴിച്ചു. ആ സൂപ്പർ അമ്മ, പൊള്ളി സാധനം കേട്ടോ. പൊള്ളി സാധനമാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഇത് പറയാൻ നിങ്ങളെ തോന്നിപ്പിച്ചത് എന്താ? നിങ്ങൾക്ക് കിട്ടിയ ടേസ്റ്റാണ്, നാവിൻ്റെ രുചിയാണ്, അമ്മയോടുള്ള ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. നന്നായി എന്ന് പറയും. അപ്പം അമ്മയുടെ മുഖത്ത് തെളിയുന്നൊരു പ്രസാദമുണ്ട്. ഓ, നല്ല വാക്ക് പറഞ്ഞല്ലോ. അല്ലെങ്കിൽ ഉപ്പ് പോരാ, പുളി കൂടി, എരു കുറവ്, എരു കൂടുതൽ, ഇത് എന്തുട്ടുണ്ടാക്കി വെച്ചോക്കണ്, ഇങ്ങനെയൊക്കെ പറയുന്ന മകൾ അത് തിരുത്തി പറയുന്നൊരു ദിവസം അമ്മയുടെ മുഖത്ത് തെളിയുന്നൊരു പ്രകാശമുണ്ട്. അമ്മയുടെ ഫീഡ്ബാക്കാണ് അത് ശരിക്കും. അപ്പോൾ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവാണ്. അതിൻ്റെ കാരണമാണ് പറഞ്ഞത് 5 സെൻസസും ഉപയോഗിക്കാൻ പറ്റും. ഓൾ ഇൻ്റർപേഴ്സണൽ എക്സ്ചേഞ്ച് ഈസ് ദെയർഫോർ എ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എ ഷെയറിംഗ് അറ്റ് ദ മോസ്റ്റ് ഇൻറ്റിമേറ്റ് ആൻഡ് പേഴ്സണൽ ലെവൽ. ഇറ്റ് ഈസ് ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ ആസ് ഇറ്റ് ടേക്സ് വിത്തിൻ ഇറ്റ്സ് പെർവ്യൂ വേർഡ്സ്, body moments, physical characteristics, clothes and even body odors. പല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മളുടെ ഡ്രസ്സിങ്ങിലായാലും, നമ്മളുടെ ഇരിക്കുന്ന രീതി, നമ്മൾ നോക്കുന്ന രീതി, നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മൾ നടക്കുന്ന രീതി, എല്ലാത്തിലും നമ്മുടേതായിട്ടുള്ളൊരു സിഗ്നേച്ചർ നമുക്കുണ്ടായിരിക്കും. ഇനി ഫോക്കസ്ഡ് ആൻഡ് അൺഫോക്കസ്ഡ് ഇൻട്രാക്ഷൻ. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഈസ് കണ്ടക്റ്റഡ് on the basis of focused and unfocused interaction. Erving Goffman, in his work Behavior in Public Places, argues that the most interpersonal communications are of an unfocused nature. Unfocused ആണ് ഭൂരിഭാഗവും ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ടേക്ക് പ്ലേസ് whenever we observe or listen to persons with whom we are not conversing. For instance, in buses, train, lift, or in public places like railway station, bus stop, or on the street. It's an activity we indulge in when we are people watching without their being aware we are doing so. എന്തുകൊണ്ടാണ് ഇങ്ങനെ പരിചിതമല്ലാത്ത പല സാഹചര്യങ്ങളിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറാവുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മളെല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ബസ്സിൽ ഒരാളെ കണ്ടു, ചിലപ്പോൾ നമ്മൾ സംസാരിക്കും, വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല.
ചേട്ടാ ഈ ബസ് ഇന്ന വഴിക്ക് പോണതാണ്. അതെ. ആ, ഈ സ്റ്റോപ്പ് എത്തുമ്പോൾ എന്നോടൊന്ന് പറയൂ, എനിക്ക് ഈ വഴി തീരെ പരിചയമില്ല. ആയിക്കോട്ടെ, അതിൻ്റെ 2 സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങണത്. അപ്പോൾ മോൻ എന്താവശ്യത്തിനാണ് അവിടേക്ക് പോണ്? അവിടെ ആരെ കാണാനാണ്? ഓ, അത് നല്ല സ്ഥാപനമാണ്, അവിടേക്കാണെങ്കിൽ മോൻ പോയോണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ നീണ്ടുപോകും. ഇത് നമുക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലുള്ള ക്യൂരിയോസിറ്റിയാണ്. അതെല്ലാവർക്കും ഉള്ള സ്വഭാവമാണ്. ഫോക്കസ്ഡ് ഇൻട്രാക്ഷൻ എന്താണെന്ന് നോക്കാം. ഫോക്കസ്ഡ് ഇൻട്രാക്ഷൻ ഓൺ ദി അതർ ഹാൻഡ് റിസൾട്ട് ഫ്രം ആൻ ആക്ച്വൽ എൻകൗണ്ടർ ബിറ്റ്വീൻ 2 persons. The persons involved are fully aware of that they are communicating with each other, sitting or standing face to face, either close or distant. They know fully well that they are exchanging both verbal and non-verbal messages. അൺഫോക്കസ്ഡ് എന്ന് പറയുമ്പോൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാരുമായിട്ട് നമ്മളൊരു പുതിയ സൗഹൃദം ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനാണ്. അതേസമയം ഫോക്കസ്ഡ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അയാളെ കൃത്യമായിട്ട് അറിയാം. നമ്മളുടെ അധ്യാപകൻ, നമ്മളുടെ കൂട്ടുകാരൻ, നമ്മളുടെ ബ്രദർ സിസ്റ്റർ, അമ്മ അച്ഛൻ, ഞാൻ ആരോട് സംസാരിക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങനെയുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള വ്യക്തികളോട് വളരെ ക്ലോസ് ആയിട്ടിരുന്നിട്ടോ അല്ലെങ്കിൽ ഒരു സേഫ് ഡിസ്റ്റൻസിൽ ഇരുന്നിട്ടോ സംസാരിക്കുന്നതിനെയാണ് ഫോക്കസ്ഡ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. 3 stages ഓഫ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന് 3 സ്റ്റേജാണുള്ളത്. ഒന്നാമത്തേത് കാഷ്വൽ സ്റ്റേജ്. കാഷ്വൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പരിചയമൊന്നുമില്ല, പക്ഷേ നമ്മുടെ ഒരു ആവശ്യം നടക്കാൻ വേണ്ടി നമ്മൾ അയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിനെയാണ് കാഷ്വൽ സ്റ്റേജ് എന്ന് പറയും. രണ്ടാമത്തേത് പേഴ്സണൽ സ്റ്റേജാണ്. അവിടെ നമുക്ക് അയാളെ അറിയാം. ചിലപ്പോൾ നമ്മുടെ അധ്യാപകനായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ 2 വീട് അപ്പുറമുള്ള വീട്ടിലെ ചേട്ടനായിരിക്കാം. ആളാരാന്നറിയാം, പക്ഷേ വലിയൊരു അടുപ്പമൊന്നുമില്ല. അതിനർത്ഥം അധ്യാപകരോട് അടുപ്പം വേണ്ടെന്നല്ല, അധ്യാപകരായിട്ട് നിങ്ങൾ നല്ല ബന്ധത്തിലായിരിക്കണം. ഞാൻ പറയുകയാണ്, ഒരു വളരെ ഇൻറ്റിമേറ്റ് എന്ന് പറയാനായിട്ട് പറ്റില്ല. അതേസമയം മൂന്നാമത്തെ ഒരു സ്റ്റേജ് ഉണ്ട്, ഇൻറ്റിമേറ്റ് സ്റ്റേജ് ഉണ്ട്. അവിടെ നമ്മളുടെ ക്ലോസ് ഫ്രണ്ട്സ്, നമ്മളുടെ അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ്. ഇതിൻ്റെ വ്യത്യാസം അറിയണമെങ്കിൽ നമ്മൾ ഇവരുമായിട്ട് കീപ്പ് ചെയ്യുന്ന ഡിസ്റ്റൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതാണ് ഇവിടെ ഈ 3 സ്റ്റേജിൽ പറയുന്നത്. കാഷ്വൽ സ്റ്റേജിൽ പറയുന്നു, ദ ഇനീഷ്യൽ എക്സ്പ്ലോറേറ്ററി സ്റ്റേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിറ്റർമൈൻസ് ദ കോഴ്സ് ഓഫ് കോൺവെർസേഷൻ ദാറ്റ് വിൽ ടേക്ക് പ്ലേസ്. ദിസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് the casual stage. Known as the casual stage, it begins with a hi, hello, how are you, good morning, or even simple namaskaram or vanakkam. ഇത് നമ്മൾ തീരെ പരിചയമില്ലാത്ത ഒരാളുമായിട്ട് ഒരു കോൺവെർസേഷൻ നമുക്ക് നടത്തും വേണം എന്നുള്ള സാഹചര്യത്തിൽ. അപ്പോൾ നമുക്ക് വഴിയറിയില്ല, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളെ കണ്ടു, ആദ്യമായിട്ടാണ് ജീവിതത്തിൽ അയാളെ കാണുന്നത്. നമുക്ക് അയാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാനും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചേട്ടാ നമസ്കാരമുണ്ട്, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു, ഇന്ന സ്ഥലത്തേക്ക് പോകാനുള്ള വഴി ഇവിടുന്ന് തിരിയണം എന്നറിയാം, പക്ഷെ ക്ലിയർ ആയിട്ട് അറിയില്ല. അത് ഇവിടുന്ന് നേരെ പോയിട്ട് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് 3ാമത്തെ ലെഫ്റ്റ് എടുത്ത് പോയാൽ മതി, നിങ്ങളവിടെ എത്തുട്ടോ, 2 കിലോമീറ്ററേ ഉള്ളൂ. ഇതാണ് കാഷ്വൽ സ്റ്റേജ്. നമുക്ക് വലിയ പരിചയമൊന്നുമില്ല, പക്ഷെ നമുക്ക് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമായതുകൊണ്ട് നമ്മളത് നടത്തുന്നു എന്ന് മാത്രം. ദ കാഷ്വൽ സ്റ്റേജ് ഈസ് ദെയർഫോർ എ വാർമിംഗ് അപ്പ് ടൈം ഡ്യൂറിങ് വിച്ച് റിച്വലൈസ്ഡ് ഗ്രീറ്റിംഗ്സ് ആർ എക്സ്ചേഞ്ച്ഡ്. In themselves, the words and gestures exchanged during this period do not mean much. ഇവിടെ അധികം ജസ്റ്റേഴ്സും അധികം ആംഗ്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല. നമ്മൾ കറക്റ്റായിട്ട് കാര്യം ചോദിക്കും, അയാൾ കറക്റ്റായിട്ട് കാര്യങ്ങൾക്കുള്ള മറുപടി പറയും, പരിപാടി കഴിഞ്ഞു. പേഴ്സണൽ സ്റ്റേജ്. ദ സെക്കൻഡ് സ്റ്റേജ് കോൾഡ് ദി പേഴ്സണൽ സ്റ്റേജ് ഇൻട്രൊഡ്യൂസസ് എ മോർ പേഴ്സണൽ എലമെൻറ്റ് ഇൻ ടു ദ കോൺവെർസേഷൻ. During this period, we are prepared to share our inhibition and ready to share our feelings and impressions. Once we reach the personal stage, are likely to talk about the personal matters such as one's profession, family,
health problem and the like. ഈ സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ആളെ അറിയാം. ഇവിടെ നമ്മൾ ഇത്തിരി കൂടി കാര്യമായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഇപ്പോൾ ഞാൻ എൻ്റെ 3 വീട് അപ്പുറമുള്ള വീട്ടിലെ ചാട്ടിനെയാണ് കാണുന്നത്. പേഴ്സണൽ സ്റ്റേജാണ്. എനിക്ക് അയാളോട് ഹലോ നമസ്കാരം, എൻ്റെ പേര് ഇന്നതാണ് കേട്ടോ എന്നൊന്നും പറഞ്ഞു തുടങ്ങേണ്ട കാര്യമില്ല. ആ ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ പോണു ചേട്ടാ, വലിയ കലാപമില്ല എന്ന് മാത്രം. ജോലിയൊക്കെ ടഫ് തന്നെയാണ്, ടാർഗറ്റ് ഉണ്ട്, ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ പൈസ കിട്ടില്ല. പിന്നെ തട്ടിമുട്ടി നമുക്ക് ജീവിക്കാനുള്ള വകയുണ്ട്. ഇങ്ങനെ ഒരു പേഴ്സണൽ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. അവിടെ നമ്മൾ അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയില്ല, എന്നാൽ അത്യാവശ്യത്തിന് കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യും. ഇനി ലാസ്റ്റ് സ്റ്റേജാണ് ഇൻറ്റിമേറ്റ് സ്റ്റേജ് എന്നാണ് ഈ ലാസ്റ്റത്തെ സ്റ്റേജിനെ വിളിക്കുന്നത്. ഇവിടെ ദിസ് സ്റ്റേജ് ഈസ് റിസർവ്ഡ് ഫോർ ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. The degree of intimacy depends upon the closeness in the relation. To some, we open our minds completely. To others, though good friends, we are reluctant to share everything. However, it's a stage when social barriers fall and we are at the ease. Interpersonal communication achieves its highest form. ഇത് നമ്മളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ പെടുന്ന ഗ്രൂപ്പാണ്. അവിടെ നമ്മളെല്ലാം തുറന്ന് ഷെയർ ചെയ്യും. നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ, നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ വളരെ കൃത്യമായിട്ട് അവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5 ടൈപ്പ് കമ്മ്യൂണിക്കേഷനിൽ 2 ടൈപ്പാണ് പഠിച്ചത്. ഒന്ന് ഇൻട്രാ പേഴ്സണൽ, അത് നമ്മൾ സ്വയം നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. രണ്ടാമത്തേത് ഇൻ്റർപേഴ്സണൽ, 2 അതിലധികമോ ആൾക്കാർ ഫേസ് ടു ഫേസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അതിൽ തന്നെ ഫോക്കസ്ഡ് ഉണ്ട്, അൺഫോക്കസ്ഡ് ഉണ്ട്. അതുപോലെ തന്നെ 3 സ്റ്റേജിൽ കാഷ്വൽ സ്റ്റേജ് ഉണ്ട്, പേഴ്സണൽ സ്റ്റേജ് ഉണ്ട്, ഇൻറ്റിമേറ്റ് സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്ത 3 കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ഉണ്ടാവട്ടെ. താങ്ക് യു.